നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാനൂരിനടുത്ത് നരിക്കോട്ടുമലയിലെ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനക്കൂട്ടം. ഭീതിയിൽ പ്രദേശവാസികൾ. പ്രദേശത്ത് ആന ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ജനജാഗ്രത സമിതിയുടെ അടിയന്തര യോഗം വെള്ളിയാഴ്ച. സ്കൂൾ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ വൈദികനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തത് അതിരുമാവ് പള്ളിയിലെ ഫാദർ പോൾ തട്ടുപറമ്പിലിനെതിരെ. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട ബൈക്ക് മോഷണം പോകുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം മോഷണം പോയത് എരഞ്ഞോളി കുടക്കളം സ്വദേശിയുടെ KL 58S 4639 നമ്പർ ബൈക്ക്. അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, തൊഴിൽ നേടാൻ അവരെ പ്രാപ്തരാക്കുക എന്നതും സർക്കാർ ലക്ഷ്യമാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ജില്ലയിൽ ചുരുങ്ങിയത് 5000 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന മെഗാ ജോബ് ഫെയർ ജൂൺ 21. വാർത്തകൾ വിശദമായി. പാനൂരിനടുത്ത് നരിക്കോട്ടുമലയിലെ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനക്കൂട്ടം. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ ഫോറസ്റ്റ് ക്യാമ്പ് ഷെഡ് വഴി കടന്നുപോയ ആനക്കൂട്ടം സമീപത്തെ വാഴക്കൃഷിയും നശിപ്പിച്ചു. ഒരു കുട്ടിയാനയടക്കം 4 ആനകളാണ് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയത്. ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയത്. ഫോറസ്റ്റ് ക്യാമ്പ് ഷെഡിലെ ജീവനക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സമീപവാസികളെ വിവരം അറിയിച്ചു. കോളയാട് അതിർത്തിയിലാണ് പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. 100ഓളം പേർ താമസിക്കുന്ന പ്രദേശത്ത് ആനക്കൂട്ടം എത്തിയത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. വിവരം അറിഞ്ഞ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാന ഇറങ്ങിയ പശ്ചാത്തലത്തിൽ നരിക്കോട്ടുമലയിൽ ജാഗ്രതാ നടപടികൾ ശക്തമാക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നരിക്കോട്ടുമല സാംസ്കാരിക കേന്ദ്രത്തിൽ ജനജാഗ്രതാ സമിതിയുടെ അടിയന്തര യോഗം MLAയുടെ നേതൃത്വത്തിൽ ചേരും. കണ്ണവം വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് ബുധനാഴ്ച പുലർച്ചെ കാട്ടാന ഇറങ്ങിയ സാഹചര്യത്തിൽ സ്ഥലത്തെത്തിയ KP മോഹനൻ MLA വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകി. ആനയിറങ്ങിയ മേഖലയിൽ MLA, തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാരേരോത്ത്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോയമ്പറത്ത് ഇസ്മായിൽ മാസ്റ്റർ, സെക്രട്ടറി VV പ്രസാദ്, പഞ്ചായത്ത് അംഗം E സുധ, വനം വകുപ്പ് കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നെരോത്തിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്ദർശിച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ ജിജിൽ, അശ്വിനി, ജോബിൻ എന്നിവരും ഒപ്പമുണ്ടായി. മേഖലയിൽ വൈദ്യുതി വേലി പൂർണ്ണമായും സ്ഥാപിക്കുന്നതിനാവശ്യമായ ഇടപെടൽ വേഗത്തിലാക്കുമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വനം വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ടെന്നും MLA അറിയിച്ചു. അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, തൊഴിൽ നേടാൻ അവരെ പ്രാപ്തരാക്കുക എന്നതും സർക്കാരിന്റെ ലക്ഷ്യമാണെന്ന് പുരാവസ്തു പുരാരേഖ മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ജൂൺ 21 നടത്തുന്ന വിജ്ഞാന കേരളം മെഗാ ജോബ് ഫെയർ സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ ചുരുങ്ങിയത് 5000 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്. 10000 ഉദ്യോഗാർത്ഥികളെ വരെ പങ്കെടുപ്പിക്കാൻ സൗകര്യമൊരുക്കും. ജർമ്മനിയിലേക്ക് 1050 നഴ്സുമാരെ ഒഴിവിലേക്കും മേളയിൽ റിക്രൂട്ട്മെന്റ് നടക്കും. യുവാക്കൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടിലെ യുവാക്കൾ ഇത്രയും ബിരുദധാരികളായി സാങ്കേതിക ഭൗതിക വിജ്ഞാനം നേരിട്ടുള്ളവരായിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മളിതിന് അത്ഭുതപ്പെട്ടു. പക്ഷെ അത് കണ്ടുപിടിക്കാനും പ്രയോജനപ്പെടുത്താനും കഴിയുന്ന ഒരു അവസരങ്ങളുടെ ലഭ്യത വേണ്ടതിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം കണക്കെടുത്തുകൊണ്ടുള്ളതാണ് നമ്മുടെ ഈ രൂപരേഖ. അതിനുള്ള പരിപാടികളാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയണം എന്നതിനെക്കുറിച്ച് നമുക്ക് അവരുടെ ചോദ്യങ്ങൾക്കും വിശദീകരണങ്ങൾ നൽകാൻ കഴിയും. 191 കാറ്റഗറിയിലായി 27,250 ഒഴിവുകളാണ് ഈ പരിധിയിൽ കാണാൻ കഴിയുന്നത്. 25,000, 40,000 ശമ്പള നിരക്കിലുള്ള 35 ബസ്സുകളിൽ 350 ഒഴിവുകൾ. ഇങ്ങനെ കണ്ണൂർ ജോബ് ഫെയറിനെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം പരിചയസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ്. ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് മനുഷ്യശക്തിയുണ്ട്.
അതിനാവശ്യമായ പ്രതിഭ ശക്തികൾ സമാഹരിച്ചുകൊണ്ട് നമുക്ക് അവരുടെ കർമ്മശേഷിയെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള ഒരു പ്രായോഗികമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഭാഗത്തുണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാൽ ഒരേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. വാങ്ങിക്കാവുന്ന ഒരു സാക്ഷരത. സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ നിലവിലുള്ളപ്പോൾ യുവാക്കൾ പുറംനാടുകളിൽ സമാന ജോലിയിൽ പ്രവേശിക്കുന്ന അവസ്ഥയുണ്ടെന്ന് KV സുമേഷ് MLA പറഞ്ഞു. ഇത്തരം സാഹചര്യങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാനാണ് സർക്കാർ വിജ്ഞാന കേരളം ജനകീയ തൊഴിൽ ക്യാമ്പയിന് രൂപം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ചേംബറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ M. സുർജിത് എന്നിവർ പങ്കെടുത്തു. സ്കൂൾ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ വൈദികനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. അതിരുമാവ് പള്ളിയിലെ ഫാദർ പോൾ തട്ടുപറമ്പിലിനെതിരെയാണ് ചിറ്റാരിക്കാൽ പോലീസ് കേസെടുത്തത്. 2024 മെയ് 15 മുതൽ ആഗസ്റ്റ് 13 വരെയുള്ള ദിവസങ്ങളിൽ കുട്ടിയെ പോൾ തട്ടുപറമ്പിൽ പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിനിടെയാണ് 16-കാരനായ വിദ്യാർത്ഥി പോൾ തന്നെ പീഡിപ്പിച്ച വിവരം വെളിപ്പെടുത്തിയത്. തുടർന്ന് അധികൃതർ വിവരം ചൈൽഡ് ലൈനിന് കൈമാറുകയായിരുന്നു. ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയെയും കൂട്ടി ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ പ്രതി ഒളിവിൽ പോയി. ഇയാളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയി. എരഞ്ഞോളി കുടക്കളത്തെ വിഷ്ണുപ്രസാദിന്റെ KL 58S 4639 നമ്പർ ബൈക്കാണ് മോഷണം പോയത്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപത്തെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട എരഞ്ഞോളി കുടക്കളം സ്വദേശി വിഷ്ണുപ്രസാദിന്റെ KL 58S 4639 നമ്പർ ബൈക്കാണ് മോഷണം പോയത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട് കോഴിക്കോട്ടേക്ക് യാത്ര പോയ വിഷ്ണു വൈകിട്ട് തിരിച്ചെത്തിയപ്പോൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് ബൈക്ക് ഉണ്ടായിരുന്നില്ല. പാർക്കിംഗ് ഏരിയയുടെ മറ്റു ഭാഗങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ബൈക്ക് മോഷണം പോയതായി ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വിഷ്ണുപ്രസാദിന്റെ പരാതിയിൽ തലശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാഹിയിലെ സ്കൂൾ കോളേജ് ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന നടന്നു. മാഹി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രമേശിന്റെ നേതൃത്വത്തിൽ മാഹി കോളേജ് ഗ്രൗണ്ടിലാണ് പരിശോധന നടന്നത്. മാഹി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രമേശിന്റെ നേതൃത്വത്തിലാണ് മാഹി കോളേജ് ഗ്രൗണ്ടിൽ പരിശോധന നടത്തിയത്. മാഹിയിലെ ഗവൺമെന്റ് പ്രൈവറ്റ് സ്കൂളുകൾ, മാഹി കേന്ദ്രീയ വിദ്യാലയം, മാഹി ദന്തൽ കോളേജ്, 2 ഗവൺമെന്റ് സ്റ്റുഡൻസ് ബസ് എന്നിവയടക്കം 20ഓളം വാഹനങ്ങൾക്കാണ് ഫിറ്റ്നസ് നൽകിയത്. മോട്ടോർ വെഹിക്കിൾ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ നവനീത് സുകുമാരൻ, അലക്സ് ആൻഡ്രോസ്, എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് ഓഫീസർമാരായ നവീൻ, ചിലംബരസ് എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത്. മോട്ടോർ വകുപ്പ്, എൻഫോഴ്സ്മെന്റ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പരിശോധനയിൽ ഉണ്ടായിരുന്നു. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ വണ്ടിക്കുണ്ടാன RC, ഇൻഷുറൻസ്, പൊല്യൂഷൻ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, കാലാവധി ആവാத ലൈസൻസ് ഉണ്ടാവാத இது எல்லாத்தையும் செக் செய்துட்டு வண்டிக்கு ஒரு கொல்லமும் நம்ம ஒரு டைப் ஆஃப் ஸ்டிக்கர் கொடுக்குது. കഴിഞ്ഞ കൊല്ലം നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഈ കൊല്ലം റൗണ്ട് ഷേപ്പിൽ സ്റ്റിക്കർ കൊടുക്കുது. ഈ സ്റ്റിക്കറെ വാഹനத்துக்கு പുറത്തിരുന്ന് നോക്കറപ്പ ആ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നാൽ ഈ വണ്ടി ഫിറ്റ് ഫോർ റോഡ് വർത്തി, ഈ വണ്ടി വാഹനം റോഡിൽ ഓട്ടിക്കാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു മനസ്സിലാവും. ആ മാതിരി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കൊല്ലത്തിലേருந்து സ്പീഡ് ഗവർണർ സ്പീഡ് ഓട്ടിക്കാതെ இருக்கிறதுக்கு நம்ம டிபார்ட்மெண்ட்டில் நோக்கான வேண்டி ஆ சாதனம் ஃபிக்ஸ் செய்யாமல் பறையுது. அதே மாதிரி ட்ராக்கிங் டிவைசஸ் வாகனம் எவ்விடத்துல போகுது அச்சனோ அம்மையோ அவங்கவுங்க அதை பாஸ்வேர்டு கொடுத்து കഴിഞ്ഞാக்கா ஓப்பன் செய்து நம்ம குட்டி ஸ்கூலில் எப்போ ஏறி இருக்கு, ஏது ஸ்தலத்தில் வண்டி ரீச் ஆகிருக்கு, நம்ம ஸ்தலத்துக்கு வீட்டுக்கிட்ட வண்டி எத்தியா, நம்ம குட்டியை சேஃப்டி பர்பஸ் കുട്ടി എങ്ങോട്ട് വണ്ടി എങ്ങോട്ടാ ചെല്ലുന്നത് നോക്കാൻ വേണ്ടി ആ സാധനം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ സാധനവും ഈ വണ്ടിയെല്ലാം ഫിക്സ് ആയിരിക്കാൻ നമ്മൾ നോക്കിയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കും. പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത മിനിമം ഗ്യാരണ്ടിയുള്ള വിശ്വസ്ത സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ കോഫി ഹൗസുകളെന്ന് ജില്ലാ ജഡ്ജ് KT നിസാർ അഹമ്മദ്. കോഫി ഹൗസുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരിൽ ആരിൽ നിന്നും ഇതേവരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ കോടതിയുടെ പുതിയ കെട്ടിടത്തിൽ കോടതി ക്യാന്റീനായി ആരംഭിച്ച ഇന്ത്യൻ കോഫി ഹൗസ് ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
പ്രാക്ടീസ് ആരംഭിച്ച കാലം മുതൽ പുറമേ നിന്നുള്ള ഭക്ഷണത്തിന് കോഫി ഹൗസുകളെയാണ് ആശ്രയിച്ചിരുന്നതെന്നും ജില്ലാ ജഡ്ജ് പറഞ്ഞു. ബാർ അസോസിയേഷൻ ക്യാൻറ്റീൻ ഏറ്റെടുത്ത് നടത്തുന്നത് ഇന്ത്യൻ കോഫി ഹൗസാണ്. ഇന്ത്യൻ കോഫി ഹൗസിനെ കേരളത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് കോഴിക്കോട് എന്നും ഉച്ചയ്ക്ക് ക്യൂ നിന്ന് ആളിരുന്ന് ഭക്ഷണം കഴിച്ച് എണീക്കുമ്പോൾ ചാടി കയറിയിരുന്ന് ഭക്ഷണം കഴിച്ചത് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ്. അന്ന് അവിടെ PK അഹമ്മദ് അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ കോടതിക്കടുത്തൊരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലം മുഴുവൻ ഉച്ചയ്ക്ക് ഭക്ഷണം തന്നത് ഇന്ത്യൻ കോഫി ഹൗസാണ്. അത് കഴിഞ്ഞ് സെലക്ഷൻ കിട്ടി ഹൈക്കോടതി പോയപ്പോൾ അവിടെയും ട്രെയിനിങ് സമയത്ത് ഉച്ചയ്ക്ക് അന്നത്തെ ഡയറക്ടർ ഞങ്ങൾക്കൊരു ടോക്കൺ തരും. ആ ടോക്കൺ കൊണ്ട് പോകുന്നിടത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിലായിരുന്നു. അവിടുന്ന് ഇടയ്ക്കൊക്കെ ഉച്ചയ്ക്ക് സഹചോറിൻ്റെ ഇവിടെ ഒരു ഓംലെറ്റ് കൂടെ കിട്ടും. അപ്പോൾ അന്ന് മുതൽ ഈ ഇന്ത്യൻ കോഫി ഹൗസിന് നമുക്ക് നേരിട്ടറിയാം. ഒരു കാര്യം നമുക്ക് ഉറപ്പു പറയാം, ഇതുവരെ ഇന്ത്യൻ കോഫി ഹൗസിന് ആർക്കും ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും അസുഖം വന്നതായി കേട്ടിട്ടില്ല, പരാതി കേട്ടിട്ടില്ല. അതൊരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു സ്ഥാപനമാണ്, വിശ്വാസ്യതയുള്ള സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് വേറെ ഒരു ഇഷ്യൂ ഇല്ലാതെ, ഇപ്പോൾ നമ്മുടെ ഏതൊരു പ്രൈവറ്റ് സ്ഥാപനത്തിന് ഇത് കൊടുത്താലും ഒരു കോടതി കെട്ടിടമായതുകൊണ്ട് നാളെ വരാൻ പോകും നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഇഷ്യൂസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത്തരം ഒരു പ്രശ്നങ്ങളില്ലാതെ ഇത് നല്ല രീതിയിൽ റൺ ചെയ്യാൻ ഇന്ത്യൻ കോഫി ഹൗസ് സാധിക്കുമെന്ന് പൂർണ്ണ വിശ്വാസവും എനിക്കുണ്ട്. പരിപാടിയിൽ ലോയേഴ്സ് ലോഞ്ച് ഉദ്ഘാടനം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വിശ്വൻ നിർവഹിച്ചു. സ്ഥാപനത്തിൽ AKGയുടെ ഫോട്ടോ അനാച്ഛാദനവും ചടങ്ങിന്റെ അധ്യക്ഷതയും സംഘം പ്രസിഡന്റ് N ബാലകൃഷ്ണൻ നിർവഹിച്ചു. ഏറ്റവും വൃത്തിയുള്ള രീതിയിൽ വിതരണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ശ്രേഷ്ഠമായ ഒരു മുഖമുദ്ര. അതുകൊണ്ട് തന്നെ തലശ്ശേരി കോടതിയിൽ വളരെ ഹർഷാരവത്തോടു കൂടിയാണ് തലശ്ശേരി ബാർ അസോസിയേഷൻ കോഫി ഹൗസിൻ്റെ വരവിനെ വരവേൽക്കുന്നത്. നല്ല ഭക്ഷണം വൃത്തിയായി വിതരണം ചെയ്യും എന്നുള്ളത് ഞങ്ങൾ ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ആരെങ്കിലും തലശ്ശേരി ഈ കോഫി ഹൗസിൻ്റെ ഭക്ഷണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കോഫി ഹൗസിൻ്റെ രുചിഭേദങ്ങൾ മനസ്സിലാക്കിയ ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. ഈ കണ്ണൂർ ജില്ലയിൽ ജനിച്ച ആരും തന്നെ കോഫി ഹൗസിൻ്റെ ഭക്ഷണം കഴിക്കാത്ത ആളുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നുമില്ല. ഏതായാലും തലശ്ശേരി ബാറിൽ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കുമ്പോൾ തലശ്ശേരി ബാർ അസോസിയേഷൻ്റെ പ്രാമുഖ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഡ്വക്കേറ്റ്സ്മാർക്ക് പ്രത്യേകമായ ഒരു ലോഞ്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ഹരീന്ദ്രൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് K ബിന്ദു നന്ദിയും പറഞ്ഞു. സംസ്ഥാന ഭക്ഷ്യവകുപ്പ് വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച സുഭിക്ഷ ഹോട്ടലുകൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ യൂത്ത് ലീഗ് പ്രതിഷേധത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച തലശ്ശേരിയിലെ സുഭിക്ഷ ഹോട്ടലിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മയും ഒപ്പുശേഖരണവും സംഘടിപ്പിക്കുമെന്ന് യൂത്ത് ലീഗ് തലശ്ശേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് റഷീദ് തലായി, ജനറൽ സെക്രട്ടറി തഫ്ലീം മാണിയാട്ട് എന്നിവർ അറിയിച്ചു. രൂക്ഷമായ വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന സാധാരണക്കാർക്ക് സുഭിക്ഷ ഹോട്ടലുകൾ നൽകുന്ന ആശ്വാസം ചെറുതല്ല. 20 രൂപയ്ക്കാണ് ഇവിടെ ഊൺ വിളമ്പുന്നത്. ഓട്ടോ ഡ്രൈവർമാരും സ്കൂൾ കുട്ടികളുമടക്കം സാധാരണക്കാരായ നിരവധി പേരാണ് സുഭിക്ഷ ഹോട്ടലിൽ ഊൺ കഴിക്കാൻ എത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ഡിസംബർ മുതൽ സുഭിക്ഷ ഹോട്ടലുകൾക്ക് സബ്സിഡി ലഭിക്കുന്നില്ല. ഇതോടെ 41 രൂപയ്ക്ക് അരി വാങ്ങി 20 രൂപയ്ക്ക് നൽകേണ്ട ഗതികേടിലായിരുന്നു സുഭിക്ഷ. ജീവനക്കാർ സ്വയം പണമെടുത്താണ് സുഭിക്ഷ ഇതുവരെ നടത്തിയത്. സബ്സിഡി അനുവദിച്ച് സുഭിക്ഷ ഹോട്ടലുകൾ നിലനിർത്തണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി യൂത്ത് ലീഗ് മുന്നോട്ടു പോകുമെന്നും യൂത്ത് ലീഗ് തലശ്ശേരി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി തഫ്ലീം മാണിയാട്ട് പറഞ്ഞു. വിശപ്പ് രഹിത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കണ്ണൂർ ജില്ലയിൽ 3 സ്ഥലങ്ങളിലാണ് സുഭിക്ഷ ഹോട്ടൽ നിലവിൽ വന്നത്. അതിലൊന്നാണ് തലശ്ശേരി, പെരിങ്ങത്തൂർ അടക്കമുള്ള സ്ഥലങ്ങൾ. എന്നാൽ രൂക്ഷമായ വിലക്കയറ്റത്തെ തുടർന്ന് പൊറുതിമുട്ടിയ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് സബ്സിഡി പ്രകാരമുള്ള അരി കിട്ടിക്കൊണ്ട് 20 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന ആ ഒരു നല്ല രീതിയിലുള്ള ഒരു സംവിധാനം അത് സാധാരണക്കാരായ ഓട്ടോ ജീവനക്കാർക്കും വിദ്യാർത്ഥികളടക്കമുള്ള സാധാരണക്കാരായ ഒരുപാട് പേർക്ക് ഒരു ആശ്വാസ കേന്ദ്രമായിരുന്നു സുഭിക്ഷ ഹോട്ടൽ. എന്നാൽ കഴിഞ്ഞ ഡിസംബർ മുതൽ ആ പദ്ധതി, ആ സബ്സിഡി കിട്ടുന്നത് നിർത്തലാക്കിക്കൊണ്ട്
സബ്സിഡി പ്രകാരം 10 രൂപ 90 പൈസക്ക് അരി വാങ്ങുന്നതിന് പകരം സാധാ മാർക്കറ്റിൽ നിന്ന് 41 രൂപയ്ക്ക് അരി വാങ്ങിച്ച് 20 രൂപയ്ക്ക് ചോറ് ഊണ് കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ് ഇന്ന് ഈ ഹോട്ടൽ ഉള്ളത്. അവരെ നിലനിർത്തുന്നതിന് വേണ്ടി അവരെ സബ്സിഡി നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് വരുന്ന തിങ്കളാഴ്ച സുഭിക്ഷ ഹോട്ടലിന് മുമ്പിൽ ഒപ്പുശേഖരണവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പ്രതിഷേധ കൂട്ടായ്മയും ഈ സമരത്തിൽ നിന്ന് കൊണ്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥർ പിന്മാറിക്കൊണ്ട് അവർക്ക് അർഹതപ്പെട്ട സബ്സിഡി കൊടുത്തുകൊണ്ട് ഈ വിശപ്പുരഹിത കേരള പദ്ധതി നിലനിർത്തണമെന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭവുമായി യൂത്ത് ലീഗ് മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3ാം സ്ഥാനവും BComൽ 7ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഓഫേർഡ്: BBA, BCom Finance, BCom Corporation, BA English. Newly added courses: BCA, BCom Logistics. Add-on courses: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ആശംസകളോടെ കരാത്തെ സ്കൂൾ പാറാൽ, കരാത്തെ സ്കൂൾ കവിയൂർ, കരാത്തെ സ്കൂൾ കോടിയേരി, കരാത്തെ സ്കൂൾ ചൊക്ലി, കരാത്തെ സ്കൂൾ കരിയാട്, കരാത്തെ സ്കൂൾ അരയാക്കൂൽ, കരാത്തെ സ്കൂൾ മാഹി, കരാത്തെ സ്കൂൾ മുഴക്കുന്ന്. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് നമ്പർ 9447264122.
Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. കതിരൂർ തരുവണത്തെരു UP സ്കൂളിൽ ശനിയാഴ്ച വികസന വിജയോത്സവം സംഘടിപ്പിക്കുന്നു. പരിപാടി ഉദ്ഘാടനം ഉച്ചയ്ക്ക് 2 മണിക്ക് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂളിൽ സജ്ജീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം, LSS, USS നേടിയ 50 കുട്ടികളെ അനുമോദിക്കൽ, MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ടർഫ് ഗ്രൗണ്ടിനായുള്ള സ്ഥലം കൈമാറൽ എന്നീ 3 പരിപാടികളാണ് വികസന വിജയോത്സവത്തിൽ നടത്തുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 2-ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിക്കും. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ അധ്യക്ഷനാവും. MLAയുടെ CSR ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ചാണ് ശീതീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കിയത്. നിലവിൽ 800ഓളം വിദ്യാർത്ഥികൾ അധ്യയനം നടത്തുന്ന UP സ്കൂൾ വികസന നിറവിന്റെയും സമുന്നത വിജയനേട്ടത്തിന്റെയും പാതയിലാണെന്ന് ഇവർ പറഞ്ഞു. ഈ വിജയങ്ങളൊക്കെ നമ്മൾ വിജയോത്സവം എന്ന പേരിൽ ജൂൺ 14-ാം തീയതി ശനിയാഴ്ച ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പ്രസ്തുത ചടങ്ങ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ അവர்களுടെ സാന്നിധ്യത്തിൽ വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് KSBCയുടെ CSR ഫണ്ട് അനുവദിക്കുകയും അതുപയോഗിച്ച് നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനവും ഈ ഒരു അവസരത്തിൽ നടത്തപ്പെടുന്നുണ്ട്. ടർഫ് ഗ്രൗണ്ടിനായി അനുവദിച്ച സ്ഥലം സ്കൂൾ മാനേജറിൽ നിന്നും കതിരൂർ പഞ്ചായത്ത് അധികൃതർ ഏറ്റുവാങ്ങും. വാർത്താ സമ്മേളനത്തിൽ പ്രധാനാധ്യാപിക KP റജില, മാനേജർ KP രത്നരാജ്, PTA പ്രസിഡന്റ് K ബിജു, മുതിർന്ന അധ്യാപകൻ KK അനീഷ്, മുൻ അധ്യാപകൻ K ജയദേവൻ, SRG കൺവീനർ P ബിനിത മോഹൻ, മുൻ അധ്യാപിക B സുഷമ എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി പോർട്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC ജനറൽ സെക്രട്ടറി T ജയകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കടൽത്തീരങ്ങളിലെ ദുരൂഹമായ കപ്പൽ അപകടങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒത്തുകളിയും മൗനവും അവസാനിപ്പിക്കുക,
മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക അകറ്റുക, പൊതുജനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഉണ്ടായിട്ടുള്ള നഷ്ടം കപ്പൽ ഉടമകളിൽ നിന്നും ഈടാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക, കപ്പൽ അപകടങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മാർച്ചും ധർണയും നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി T. ജയകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. 17 ദിവസം കഴിഞ്ഞപ്പോഴാണ് കേവലം ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അതിൽ നടപടി ഉണ്ടാക്കാൻ വേണ്ടുന്ന സമീപനവുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയപ്പോൾ പത്രദൃശ്യ മാധ്യമങ്ങൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനോടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രിയായ വാസവനോടും ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല, ഇതിന്റെ നിയമ ഉപദേശം ഞങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ മന്ത്രി പറയുന്നു എങ്ങനെയാണ് ഒരു കപ്പൽ നശിച്ചാൽ അതിലുണ്ടാവുന്ന നാശനഷ്ടങ്ങൾക്ക് ഉത്തരവാദികൾക്ക് എത്തിച്ചു കൊടുക്കാൻ നിയമ നടപടി ഉള്ളപ്പോൾ അത് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്ന ഒരു മന്ത്രിയാണ് കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് ആരെ സഹായിക്കാൻ വേണ്ടിയാണ്? മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് AT നിഷാന്ത് അധ്യക്ഷനായി. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P. പ്രഭാകരൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MB അരവിന്ദാക്ഷൻ, T. ദാമോദരൻ, അനസ്റ്റാലിൽ KP പുഷ്കരൻ, പാറയിൽ രാജൻ, PP മമ്മൂട്ടി, ലിജിന ജിതിൻ ശ്യാം, ഹംസ പാലക്കാട്, A. നസീർ, M. നസീർ, PK ജയരാജൻ, സുനിൽ ദത്ത്, അറത്തിൽ സുന്ദരൻ, CK മോഹനൻ, VV വിനയൻ തുടങ്ങിയവർ പങ്കെടുത്തു. എക്സൽ പബ്ലിക് സ്കൂളിൽ പുതുതായി LKG ക്ലാസുകളിലേക്ക് പ്രവേശിച്ച വിദ്യാർത്ഥികൾക്കും അവരുടെ കൈപിടിച്ചെത്തിയ രക്ഷിതാക്കൾക്കും ഏറെ ഹൃദ്യമായ വരവേൽപ്പൊരുക്കി UKG വിദ്യാർത്ഥികൾ. എല്ലാ LKG വിദ്യാർത്ഥികൾക്കും അത്യുൽപാദന ശേഷിയുള്ള അപൂർവമായ തേൻവരിക്ക തൈകൾ പ്രധാനാധ്യാപിക സതിയം കുറുപ്പ് സൗജന്യമായി നൽകി. എല്ലാ LKG വിദ്യാർത്ഥികൾക്കും അത്യുൽപാദന ശേഷിയുള്ള അപൂർവമായ തേൻവരിക്ക തൈകൾ പ്രധാനാധ്യാപിക സതിയം കുറുപ്പ് സൗജന്യമായി നൽകി. 3 വർഷം കൊണ്ട് കുട്ടികൾ 1ാം തരത്തിലെത്തുമ്പോഴേക്കും കായ്ക്കുന്ന പ്ലാവിൻ തൈകളാണ് വിതരണം ചെയ്തത്. എല്ലാ രക്ഷിതാക്കളും അവരുടെ വീട്ടിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കണമെന്നും ചെടികൾ പരിപാലിക്കാനും വളർത്താനും കുട്ടികളെ പഠിപ്പിക്കണമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. The teacher and the parent, because sometimes I see in LKG or in UKG in higher classes and all, parents get detached sometimes. We don't want that. Parents should be always together with them. Spend quality time with them. Always ask them what you have learned in the classroom. Especially when they come back, they will tell you all the things. കൊട്ടിയൂർ തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്കായി പ്രകാശ് ജ്വല്ലറി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അക്കരെ സന്നിധാനത്ത് സൗജന്യ ചുക്കുകാപ്പി വിതരണം ആരംഭിച്ചു. കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സൗജന്യ ചുക്കുകാപ്പി വിതരണത്തിന്റെ ഉദ്ഘാടനം കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ നിർവഹിച്ചു. തുടർച്ചയായി 11ാം വർഷമാണ് തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ചുക്കുകാപ്പി വിതരണം ചെയ്യുന്നത്. ചടങ്ങിൽ കൂത്തുപറമ്പ് ACP KV പ്രമോദൻ മുഖ്യാതിഥിയായി. എക്സിക്യൂട്ടീവ് ഓഫീസർ K ഗോകുൽ, NP പ്രകാശൻ, NB പ്രമോദ്, NB ഋതുവർണ, EN സ്മിത, K സവിത, ആതിര, ഗോപിക എന്നിവർ പങ്കെടുത്തു.
ഈ മാസം 30 വരെ അക്കരെ സന്നിധാനത്ത് ചുക്കുകാപ്പി വിതരണം ഉണ്ടാകും. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത സൈനികനെ ആദരിച്ചു. പുത്തൂരിലെ ദേവുസദനത്തിൽ ജയകൃഷ്ണൻ പുഷ്പജ ദമ്പതികളുടെ മകൻ ഓണിയാൻഡവിടെ PP അഖിലേഷിനെയാണ് വസതിയിലെത്തി KP മോഹൻ MLA ഉപഹാരം നൽകി ആദരിച്ചത്. പുത്തൂരിലെ ദേവൂസദനത്തിൽ ജയകൃഷ്ണൻ പുഷ്പജ ദമ്പതികളുടെ മകൻ ഓണിയന്റവട PP അഖിലേഷിനെയാണ് വസതിയിലെത്തി KP മോഹനൻ MLA ഉപഹാരം നൽകി ആദരിച്ചത്. സൈനിക നടപടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതടക്കം അഭിനന്ദനം ഏറ്റുവാങ്ങിയാണ് അഖിലേഷും സംഘവും നാട്ടിൽ തിരിച്ചെത്തിയത്. മാതാപിതാക്കൾ, ഭാര്യ ദീപിക, മക്കളായ ശ്രേയൻ, ശ്രുതിക, ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷ രേരോത്ത്, കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ OP ഷീജ, കരുവാങ്കണ്ടി ബാലൻ, RJD നേതാക്കളായ O മോഹനൻ മാസ്റ്റർ, NK രാജൻ, ജയചന്ദ്രൻ കരിയാട്, യുവജനതാദൾ നേതാക്കളായ NB ദീപ്ന, റിജീഷ് പുത്തൂർ, NK ജിതീഷ് എന്നിവരും പങ്കെടുത്തു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ തലശ്ശേരി ഡിവിഷൻ 33ാം വാർഷിക സമ്മേളനം നടന്നു. പാരീസ് പ്രസിഡൻസി ഹാളിലാണ് പരിപാടി നടന്നത്. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് N വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷവും 580 കോടി രൂപ വെച്ചാണ് സംസ്ഥാന ഗവൺമെന്റ് മാസ്റ്റർ ട്രസ്റ്റിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനി തൊട്ട് തരികയില്ല എന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. മാസ്റ്റർ ട്രസ്റ്റിൽ ഇത് സംസ്ഥാന സർക്കാർ ഇത്രയും 550 കോടി രൂപ തരത്തില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ മാസ്റ്റർ ട്രസ്റ്റ് എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിനെ പറ്റി പരിശോധിച്ച് നല്ല രീതിയിൽ അത് പ്രവർത്തിക്കും എന്ന ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. സംസ്ഥാന സർക്കാർ അത് ചെയ്തില്ല. മറിച്ച് ഇനി അങ്ങോട്ട് മാസ്റ്റർ ട്രസ്റ്റിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വക കോൺട്രിബ്യൂഷൻ ഉണ്ടാകത്തില്ല എന്നുള്ള നിലയ്ക്ക് ഉത്തരവ് വരികയും ആ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് മാസ്റ്റർ ട്രസ്റ്റിനെ തന്നെ
അവതാളത്തിലാക്കുന്ന നിലയ്ക്ക് ആണ് ആ ഉത്തരവ് വന്നത്. മാസ്റ്റർ ട്രസ്റ്റിലെ പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് നേരത്തെ ഇറക്കിയ ഉത്തരവിലെ ഒരു പ്രധാനപ്പെട്ട വകുപ്പുണ്ട്. ആ വകുപ്പിനെ റദ്ദാക്കില്ല. അപ്പോൾ മാസ്റ്റർ ട്രസ്റ്റിനെ തന്നെ ഏതാണ്ട് നിഷ്ഫലമാക്കുന്ന നിലയ്ക്കുള്ള ഒരു ഉത്തരവാണ് 10 വർഷം കഴിഞ്ഞപ്പോൾ, കമ്പനിയായി 10 വർഷം കഴിഞ്ഞപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഇറക്കി. ഡിവിഷൻ പ്രസിഡന്റ് സി അച്യുതൻ അധ്യക്ഷനായി. 70 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. കെ പവിത്രൻ, ബാലഗോപാലൻ, പി കെ പവിത്രൻ, കെ കെ മോഹനൻ എന്നിവർ സംസാരിച്ചു. ഉടുപ്പി അരീക്കോട് 400 kV പ്രസരണ ലൈൻ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. എൻ ബാലൻ സ്വാഗതവും പി പി സുജയ നന്ദിയും പറഞ്ഞു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ തലശ്ശേരി ഷോറൂം 20ാം വർഷത്തിലേക്ക്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂൺ 12 മുതൽ ജൂലൈ 12 വരെ നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം സിനിമ സീരിയൽ താരം അനുഷ അരവിന്ദാക്ഷൻ നിർവഹിച്ചു. പുതിയ മോഡൽ സ്വർണ്ണാഭരണങ്ങളുടെ ആദ്യ പർച്ചേസ് ഉദ്ഘാടനവും സിനിമ സീരിയൽ താരം അനുഷ അരവിന്ദൻ നിർവഹിച്ചു. പക്ഷെ തലശ്ശേരിയുടെ ഒരു വൈബും എനർജി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സത്യം, എന്റെ സ്വന്തം നാട്ടിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ പൊതുവെ പറയാറുണ്ട് ലൈക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടെ നമ്മളോടുള്ള സ്നേഹവും ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പൊ ഡാൻസ് ഷോ ഒക്കെ ആണെങ്കിൽ എന്തിനു വരുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ പറയുന്നത് ഈ ഒരു എനർജി തന്നെയാണ്. അപ്പോഴാണ് നമുക്കും തോന്നുന്നത് നമ്മൾ ചെയ്യുന്നതിൽ എന്തൊക്കെയോ നല്ല കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ചെമ്മന്നൂരിന് പ്രത്യേക നന്ദി പറയുന്നു. ഇതിപ്പോ 3ാമത്തെ 4ാമത്തെ ഒരു പ്രോഗ്രാമിനാണ് ചെമ്മന്നൂർ വിളിക്കുന്നത്. അപ്പൊ ചെമ്മന്നൂരിനോട് ഒരു പ്രത്യേക നന്ദി എന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നതിന്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ അമ്മമാർക്കും ചേച്ചിമാർക്കും ഏട്ടന്മാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ ഒരു സ്നേഹം എപ്പോഴും വേണം. നിങ്ങൾക്ക് എന്നെ അറിയില്ല പേഴ്സണലി, നിങ്ങൾക്ക് നവ്യനെയാണ് അറിയാം. പക്ഷെ ഈ നവ്യയോട് കാണിക്കുന്ന സ്നേഹവും പത്രമാറ്റിന് കൊടുക്കുന്ന സ്നേഹവും ഇവിടെ വരുമ്പോ പത്രമാറ്റിലുള്ള എല്ലാരോടും അന്വേഷണം പറയണം, അതിനോട് അന്വേഷണം പറയണം, മുത്തശ്ശനോട് അന്വേഷണം പറയണം. അങ്ങനെ പത്രമാറ്റിന് മൊത്തത്തിൽ കൊടുക്കുന്ന സ്നേഹത്തിനും എല്ലാത്തിനും ദൈവത്തിനോടും അമ്മയ്ക്കും അച്ഛനും. 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളാണ് തലശ്ശേരി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. 50,000 രൂപയുടെ ഡയമണ്ട് അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ പ്രഷ്യസ് ആഭരണങ്ങൾ വാങ്ങിയാൽ ഒരു തവ സമ്മാനം. 2 ലക്ഷം രൂപയുടെ ഡയമണ്ട് അല്ലെങ്കിൽ 4 ലക്ഷം രൂപയുടെ പ്രഷ്യസ് ആഭരണങ്ങൾക്ക് ബാർബിക്യൂ തവ. 4 ലക്ഷം രൂപയുടെ ഡയമണ്ട് അല്ലെങ്കിൽ 5 ലക്ഷം രൂപയുടെ പ്രഷ്യസ് ആഭരണങ്ങൾക്ക് സ്റ്റൗ. 5 ലക്ഷം രൂപയുടെ ഡയമണ്ട് അല്ലെങ്കിൽ 7 ലക്ഷം രൂപയുടെ പ്രഷ്യസ് ആഭരണങ്ങൾക്ക് ഗ്ലാസ് ടോപ്പ് സ്റ്റൗ എന്നിവ ലഭിക്കും. കൂടാതെ HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾ ഗ്രാമിന് 299 മുതൽ പണിക്കൂലി ലഭ്യമാകും. ചെറുതും വലുതുമായ പർച്ചേസുകൾക്കനുസരിച്ച് തവ, അപ്പം ചട്ടി, കുക്കർ, ബിരിയാണി പോട്ട് തുടങ്ങിയവയും സമ്മാനമായി ലഭിക്കും. ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീനും ലഭിക്കും. ഡയമണ്ട് ആഭരണങ്ങൾക്കും 50% വരെ ഡിസ്കൗണ്ടുകൾ. EMI സൗകര്യവും ലഭ്യമാണ്. പരിപാടിയിൽ റീജിയണൽ മാനേജർമാരായ ഗോകുൽദാസ്, മഹേഷ് കൃഷ്ണ, പ്രദീപ്, ഷോറൂം മാനേജർ CD ശരത്, മാർക്കറ്റിംഗ് മാനേജർ ജിബിൽ ദേവ് തുടങ്ങിയവർ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ വീണ്ടും. പാനൂരിനടുത്ത് നരിക്കോട്ടുമലയിലെ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനക്കൂട്ടം. ഭീതിയിൽ പ്രദേശവാസികൾ. പ്രദേശത്ത് ആന ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ജനജാഗ്രത സമിതിയുടെ അടിയന്തര യോഗം വെള്ളിയാഴ്ച. സ്കൂൾ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ വൈദികനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തത് അതിരുമാവ് പള്ളിയിലെ ഫാദർ പോൾ തട്ടുപറമ്പിലിനെതിരെ. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട ബൈക്ക് മോഷണം പോകുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം മോഷണം പോയത് എരഞ്ഞോളി കുടക്കളം സ്വദേശിയുടെ KL 58S 4639 നമ്പർ ബൈക്ക്. അഭ്യസ്ത വിദ്യരായ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല തൊഴിൽ നേടാൻ അവരെ പ്രാപ്തരാക്കുക എന്നതും സർക്കാർ ലക്ഷ്യമാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ജില്ലയിൽ ചുരുങ്ങിയത് 5000 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന മെഗാ ജോബ് ഫെയർ ജൂൺ 21. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.